പിണറായി വിജയന്റെ നവകേരള യാത്രയോടുകൂടി കോൺഗ്രസുകാർ അപാര ഫോമിലായി. KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ തിരിച്ചടിക്ക് നിർദ്ദേശം നൽകിയതോടെ കോൺഗ്രസുകാർ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ 19-ാം തീയതി കാസർകോട്ട് നിന്ന് ആരംഭിച്ച യാത്ര ജനങ്ങൾക്കൊരു ഗുണവും ഇല്ലെന്ന് കണ്ടതുകൊണ്ടും പ്രതിഷേധിക്കുന്നവരെ തടവിൽ പാർപ്പിക്കുന്നത് കൊണ്ടുമാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു തുടങ്ങിയത്. വളരെ മൃഗീയമായിട്ടാണ് പോലീസും CPM ഗുണ്ടകളും കൂടി ഇതിനെ നേരിട്ടത്. ഈ അക്രമത്തെ ന്യായീകരിച്ച മുഖ്യമന്ത്രി അതിന് രക്ഷാപ്രവർത്തനം എന്നൊരു പേരും നൽകി. ഒരു മാസക്കാലം അവർ കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചു. അങ്ങനെ ഡിസംബർ 19-ന് തിരിച്ചടിക്കാൻ ആദ്യം ആഹ്വാനം ചെയ്തത് കെ മുരളീധരൻ MP ആണ്. രക്ഷാപ്രവർത്തനം തുടങ്ങിക്കോ, ഞങ്ങളുണ്ട് കൂടെ എന്ന് മുരളീധരൻ പറഞ്ഞതും കൊല്ലത്തു നിന്നും യൂത്ത് കോൺഗ്രസുകാർ തിരിച്ചടിച്ചു തുടങ്ങി. പിറ്റേ ദിവസം പ്രതിപക്ഷ നേതാവ് മുന്നിൽ നിന്ന് നയിച്ചു. പോലീസിനെ പോലും അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തി യൂത്ത് കോൺഗ്രസ് താക്കീത് നൽകി വിട്ടു. അന്ന് VD സതീശന്റെ സംരക്ഷണം യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും വലിയ ആവേശത്തിലാക്കി. ആ ആവേശത്തിൽ നിന്നും ഊർജം സംഭരിച്ച് കഴിഞ്ഞ ദിവസം KSU നടത്തിയ DGP ഓഫീസ് മാർച്ച് പിണറായിയുടെ പേടി സ്വപ്നമായ മാത്യു കുഴൽനാടൻ MLA മുന്നിൽ നിന്നും നയിച്ചു. അതിൽ വീണ്ടും അക്രമം അഴിച്ചുവിടാൻ നോക്കിയ പോലീസിനും കൂടിയുള്ള താക്കീതായി സുധാകരന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. നാളെ ഇതിനുള്ള മറുപടി തരാം എന്നതാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ട് അത് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയവും. പിണറായി വിജയ തന്റെ ചീഞ്ഞഴിഞ്ഞ രാഷ്ട്രീയത്തെ കണ്ണൂരിലെ മണ്ണിൽ തന്നെ കുഴിച്ചുമൂടാൻ അന്നും ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ലായിരുന്നു. എന്നാൽ തന്റെ മനസ്സിനുള്ളിലെ രക്തദാഹിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുതെ വിട്ട് കളഞ്ഞതാണെന്നും സുധാകരൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കാനിറങ്ങിയ പ്രതിപക്ഷ നേതാവിനെ കേസെടുത്ത് ഭയപ്പെടുത്താമെന്നത് അതിമോഹമാണ്. ഏതറ്റം വരെ പോയും അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്നും KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രം ഉള്ളൊരു ഈർക്കിളി പാർട്ടിയുടെ തെരുവ് ഗുണ്ടകളായ നേതാക്കൾ നടത്തുന്ന ബാലിശമായ വെല്ലുവിളികളും ഞങ്ങൾ കേട്ടു. ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത് കാണിക്കാൻ ഒരുപാടധികം ഞങ്ങളെ നിർബന്ധിക്കരുത്. അവസാനത്തെ കനൽ തരിയും ചാരമാകി പോകുന്ന വ്യക്തമായ താക്കീതും സുധാകരൻ നൽകിയിരിക്കുന്നു. പറഞ്ഞവസാനിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് പിണറായി വിജയന്റെ ജൽപ്പനങ്ങൾക്കുള്ള മറുപടി ഡിസംബർ 23 ശനിയാഴ്ച DGP ഓഫീസ് മാർച്ചിൽ തരാമെന്നും സുധാകരൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കൾ 3 ദിവസം യുവാക്കൾക്ക് കരുത്തു നൽകി. 4-ാം ദിവസം സാക്ഷാൽ സുധാകരന്റെ ഗർജനം തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഇതിനെല്ലാം അപ്പുറം കേരളത്തിലെ പ്രധാനപ്പെട്ട മുഴുവൻ കോൺഗ്രസ് നേതാക്കളും അടുത്ത ദിവസം DGP ഓഫീസ് മാർച്ചിൽ പങ്കെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ പിണറായിയുടെ തട്ടിപ്പ് യാത്ര തിരുവനന്തപുരത്ത് എത്തി നിൽക്കുകയുമാണ്. അവസാനത്തെ കനൽത്തരിയും ചാരമായി പോകുമെന്ന സുധാകരന്റെ മുന്നറിയിപ്പ് നാളെ പ്രാവർത്തികമാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തകർന്നടിഞ്ഞ സർക്കാർ ചെറിയ പ്രതീക്ഷയുമായി ഇറങ്ങിയ പിണറായിയുടെ യാത്രയുടെ അവസാനം അതിനെ തകർത്തെറിഞ്ഞുകൊണ്ടായിരിക്കും സുധാകരന്റെ വാക്കുകൾക്ക് പൂർണ്ണത വരുത്തുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനായി എല്ലാ തയ്യാറെടുപ്പുകളും കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞു. സിംഹഗർജനത്തിന്റെ ആവേശത്തിൽ നാളെ DGP ഓഫീസ് മാർച്ച് സ്ഫോടനാത്മകം എന്ന് പറയേണ്ടി വരും.